നിങ്ങൾ ഇത് കണ്ടില്ലേ? ഫാസിസ്റ്റ് ഭരണകൂടമാണോ രാജ്യം ഭരിക്കുന്നത്? നരേന്ദ്രമോദിക്കെതിരെ വിരൽ ചൂണ്ടാനും മുഷ്ടി ചുരുട്ടാനും നേർക്കുനേർ നിന്ന് വെല്ലുവിളിക്കാനും ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഹുൽ ഗാന്ധിയെ ഉള്ളൂ എന്നൊക്കെ വിളിച്ചു പറയുന്നവരൊക്കെ എന്തു പറയുന്നു? നിങ്ങളിത് കണ്ടില്ലേ? നല്ല കുട്ടിയെ പോലെ ലൈൻ നിന്ന് സാക്ഷാൽ നരേന്ദ്രമോദി തൊട്ട് മുന്നിലെത്തുമ്പോ പഞ്ചപുച്ഛ മടക്ക് ആ തലയാട്ടുന്നതൊക്കെ നിങ്ങൾ കണ്ടില്ലേ? സാക്ഷാൽ നരേന്ദ്രമോദി തൊട്ട് മുന്നിലെത്തിയാൽ ഈ രാഹുൽ ഗാന്ധിക്കൊന്നും കൈ പൊക്കാൻ പോയിട്ട് ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും ത്രാണിയില്ല എന്നുള്ളത് സകലരും തിരിച്ചറിഞ്ഞോളൂ. അല്ല ചങ്ങായി, നീ പൊട്ടനാണോ അല്ല പൊട്ടനായി അഭിനയിക്കുകയാണോ? അല്ല, നീ പറയുന്ന പ്രകാരം പ്രധാനമന്ത്രി മോദിജി രാഹുലിന്റെ അടുത്ത് നിൽക്കുമ്പോൾ മോദിജിന്റെ കർണത്തടിച്ച് പൊട്ടിക്കണായിരുന്നു. എന്ത് വിചാരിച്ച് അങ്ങനെ കർണത്തടിക്കാണ്? അല്ലെങ്കിൽ മുഖം തിരിച്ച് ഓടണം അവിടുന്ന്? അത് പ്രധാനമന്ത്രിയാണ് മോദി. നിനക്കറിയോ? നീ ഇങ്ങനെ സംഘികളെ മുഞ്ചിക്കുന്നല്ല, അത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ അത് ഇന്ത്യന്റെ ഒരു പ്രധാനമന്ത്രി ആരെങ്കിലും ബഹുമാനിക്കണം. ഇപ്പൊ ബഹുമാനിച്ചത് ആക്ച്വലി മോദിജിയാണ്. മോദിജി നേരെ വന്നത് രാഹുൽജിന്റെ അടുത്തേക്കാണ്. രാഹുൽജിയോട് നിൽക്കുന്നുണ്ട്, അടുത്തേക്ക് വന്നു. അത് റെസ്പെക്ട്. അത് മോദിജിക്കറിയാം. ഇയാളുടെ ടാലന്റ്, രാഹുൽ ഗാന്ധിയുടെ ടാലന്റ് മോദിജിക്കറിയാം. നിങ്ങളെ പോലത്തെ തീട്ട സംഖ്യകൾക്ക് അത് അറിയില്ല. മോദിജിക്ക് അറിയാം. എന്നിട്ട് ബുദ്ധിയില്ലാത്ത ആൾക്കാർ വോട്ട് കൊടുക്കാതെ തോറ്റൊന്നും മോദിജിക്ക് അറിയാം. അപ്പൊ കുറച്ച് ടാലന്റ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ കുറച്ച് അവിടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ ലോകം മൊത്തം യുദ്ധത്തിന്റെ ഭീതിയിലാണ്, ഇന്ത്യ ഭയങ്കര പ്രശ്നത്തിലാണ്. അപ്പൊ അതിന്റെ ഉപദേശം തേടുമായിരിക്കും, അഭിപ്രായം ചോദിക്കുന്നതായിരിക്കും. കുറച്ച് വിവരമുള്ള ആളല്ലേ രാഹുൽജി. അപ്പൊ അതിൽ നിന്ന് ഡിസ്കഷനാണ് അവിടെ നടന്നത്. അവിടെ പോയി കുറെ നേരം സംസാരിച്ചിട്ടുണ്ട്. മോദിജിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവിടെ പോയത്. അല്ലാതെ രാഹുൽ ഗാന്ധി മോദിജിന്റെ അടുത്ത് പോയിട്ടല്ല സംസാരിച്ചത്. അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. കുറേ നേരം സംസാരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു തറവാടിൽ പിറന്ന ഒരു ഗുണം രാഹുൽ ഗാന്ധി അവിടെ കാണിക്കുന്നുണ്ട്. നല്ല രീതിയിൽ നല്ല എങ്ങനെയാണ് സംസാരിക്കേണ്ടത് പ്രധാനമന്ത്രിയോട്, അങ്ങനെ ശരി. ഇത് അതിനൊരു പ്രോട്ടോകോളൊക്കെ ഉണ്ട് ചങ്ങായി. അല്ലാതെ നിന്നെ പോലെ ഇങ്ങനെ തെറി വിളിക്കേണ്ടതല്ല ഇവിടെ രാഹുൽ ഗാന്ധിജി മോദിജി എന്തിനായിട്ട്. അത് പാർലമെന്റ് അത് രാഷ്ട്രീയം വേറെ, മനുഷ്യത്വം വേറെ. മനുഷ്യത്വമുള്ള ഒരു തറവാട്ടിലാണ് രാഹുൽ ഗാന്ധി ജനിച്ചത്. അല്ല നിന്നെ പോലത്തെ തറവാട്ടിൽ ഇങ്ങനെ തെറി പറയുന്ന തറവാട്ടിൽ ശീലിച്ചത് കൊണ്ടല്ല അങ്ങനെ സംസാരിച്ചത്. അപ്പോൾ ഈ പാർലമെന്റിന്റെ ഉള്ളിൽ അത് രാഷ്ട്രീയത്തിന്റെ രീതിയിൽ നേരിടാനുള്ള ചങ്കുറപ്പ് അയാൾക്കുണ്ട് രാഹുൽ ഗാന്ധി. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ പാർലമെന്റിന്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതേപോലെ ആയിരിക്കും ചോദ്യം ചെയ്യാം. അതിനുള്ള ഇതുണ്ട്, സ്കില്ല് രാഹുൽ ഗാന്ധിക്കുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇനി കുറെ കാലമൊന്നും ഈ മോദിജിക്ക് വയസ്സായി വരുന്നല്ലേ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ബി ജെ പിയിൽ മോദിജി കഴിഞ്ഞ വേറെ മോദിജിന്റെ കാലശേഷം ഈ ബി ജെ പിയിലാരും ഇനി പ്രധാനമന്ത്രി സ്ഥാനത്ത് വരുന്ന ഒരു മോനും ഇല്ല. ഇനിയിപ്പോൾ യോഗിജി ഈ കാക്കി കൊടുത്തിട്ട് തുണി കൊടുത്തിട്ട് എന്തും നടക്കുന്ന കാര്യമല്ല. പിന്നെ രാഹുൽ ഗാന്ധി ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഇന്ത്യയിലെ ഭാവി പ്രധാനമന്ത്രി ഇൻഷാ അല്ലാഹ് ഒരു പ്രാവശ്യം വന്നിരിക്കും പ്രധാനമന്ത്രി സ്ഥാനം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. നിങ്ങൾ കളിയാക്കുന്നില്ല. നിന്നെ പോലത്തെ ആൾക്കാർ ഇങ്ങനത്തെ പോസ്റ്റ് ഇട്ടിട്ട് കുറെ ആൾക്കാരെ മൂഞ്ചിച്ചിട്ട് കുറെ കമന്റ് പപ്പു എന്നിട്ട് അദ്ദേഹത്തിന് കളിയാക്കുന്ന അതേ ആൾക്കാരെ തന്നെ വായത്ത് വിരൽ വെച്ച് ചോദിക്കും, നമ്മളന്ന് കളിയാക്കിയ പപ്പു തന്നെയാണോ ഈ രാഹുൽ ഗാന്ധി എന്നുള്ളത്? ഇന്ത്യ ഏത് ലെവലിലേക്ക് എത്തിക്കും നോക്കുക. അങ്ങനത്തെ ഒരു കാലം വരും. അത് ഗാന്ധിജി ഫാമിലി ജനിച്ചവനാണ് ഒരു കാലം രാഹുൽ. ഇൻഷാ അല്ലാഹ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അപ്പൊ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ആരാണെന്ന്.